ഹായ് അസ്സാം വലൈക്കും. ഇന്നൊരു ഷാമി കബാബിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പൈസി ബീഫ് കബാബിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒരു കപ്പ് കടലപ്പരിപ്പ് ഞാൻ ക്ലീനാക്കി വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു 250 ബോൺലെസ് ബീഫാണ്. അതിലേക്ക് ഒരു പരിപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ബീഫോ ചിക്കനോ മട്ടണോ ഏത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കബാബ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി തന്നെ അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു 10-12 വെള്ളുള്ളിയാണ്. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതാ ഒരു 3-4 ഏലക്കായ, പിന്നെ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ ഇതിൻ്റെ ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള സവാള അതും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇടാം. അതൊക്കെ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. അതിലേക്ക് ഇത് മുങ്ങി നിൽക്കുന്ന വിധത്തിലുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചതെല്ലാം റെഡി ആയിട്ടുണ്ട്. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ടേബിൾ സ്പൂണിന് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ഒരു ടീസ്പൂണ് കബ്സ മസാലയാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും, പിന്നെ 1/2 ടീസ്പൂണ് ജീര പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടെ ഒന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം ഒന്നുകൂടെ അത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഒരു സമയത്ത് എനിക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള കബാബിൻ്റെ മിക്സാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാറാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചായിരുന്നു. ഇനി നമുക്കിതൊന്നും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് ഒരു പിടി പുതിനയും മല്ലിയും കൂടെ എടുത്താണ്. മല്ലിയിലാണ് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതായി ഒരു ചൂടാറിയിട്ടുള്ള ഈ ഒരു കബാബിൻ്റെ ഈ ഒരു മിക്സും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അതായത് ഇപ്പോൾ ഫുള്ളായിട്ട് ഞാൻ 2 ട്രിപ്പായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കേസ് നിങ്ങൾ അടിക്കുമ്പോൾ അതിൽ കുറച്ചൊരു ലൂസായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കടലമാവ് ചേർത്ത് കൊടുക്കുക കേട്ടോ. കടലമാവ് ചേർത്ത് കൊടുത്താൽ ടൈറ്റായി കിട്ടും. എനിക്കിവിടെ ഇപ്പോൾ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്കിങ്ങനെ കയ്യിലെടുത്ത് ഉരുട്ടാൻ പറ്റിയ ഒരു പാകം, ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റിയ ഈ ഒരു പാകത്തിലാക്കി കിട്ടണം. അപ്പോൾ നമുക്ക് മുഴുവനും ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. കയ്യിൽ കുറച്ച് നന്നായിട്ട് തന്നെ ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ അത്യാവശ്യം ഒരു കനത്തിൽ തന്നെ പരത്തി കൊടുക്കുക. ഇനി അധികം വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാവിൻ്റെ അളവ് കുറയ്ക്കുക. എന്നിട്ട് വലിപ്പം കുറച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വലിപ്പത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഫുള്ള് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനങ്ങനെ ഫുള്ള് കബാബ് ഉറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വലുതാക്കി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ എനിക്കൊരു 10-14 എണ്ണം കിട്ടിയിട്ടുള്ളത്. ഒരു കബാബ് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇങ്ങനെ തന്നെ കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ ആദ്യം എടുത്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രീസ് ആയതിനു ശേഷം ബോക്സിലേക്ക് മാറ്റി വെച്ചാൽ മതി. കബാബ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിതപ്പോൾ ഒരു പാനിൽ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഷാലോ ഫ്രൈ ചെയ്താൽ മതി. കാരണം നമ്മളതിലുള്ളതെല്ലാം വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതപ്പോൾ അതിനെ ഒന്ന് ഡിപ്പ് ചെയ്യാനായിട്ട് ഞാനൊരേക്ക് ഒരു പിഞ്ച് ഉപ്പും പെപ്പറും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താണ്. നമുക്കിത് ഓരോന്നും കബാബ് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നമുക്ക് ഓരോ കബാബായിട്ട് ഇങ്ങനെ എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫ് കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.